നമ്മുടെ വിശ്വസിച്ച് ഒരുത്തരോട് ഹൃദയം തുറക്കാൻ പറ്റത്തില്ല. ഈ വിശ്വസ്തർ എന്ന് പറയുന്നത് എവിടെയാണ് ഉള്ളത്? നമ്മൾ എത്ര ചങ്കെടുത്ത് കാണിച്ചാലും, എത്ര സാക്രിഫൈസോടെ ആരെ എന്ന് പറഞ്ഞാൽ അതിനെ ചെമ്പരത്തി പൂവായി ഹൃദയം തകർക്കുന്ന ഒരിത്. പഴയൊരു പാട്ടുണ്ട്, ഉള്ളം കലക്കും കള്ള സഹോദരൻ. അതിൻ്റെ ഓരോ ദിവസം കഴിയുന്നതോറും ഈ അന്ത്യകാലത്ത് അതിങ്ങനെ വർദ്ധിച്ചു വരുന്ന മനുഷ്യൻ സ്വയം സ്നേഹികൾ ആയിത്തീരുമ്പോൾ വെരി വെരി റെയർ പീപ്പിൾ, അത് മാത്രമേ ഉള്ളൂ. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ പ്രാണസ്നേഹിതനും, എൻ്റെ അപ്പം തിന്നുവനും, ഒരു പാത്രത്തിൽ നിന്ന് അപ്പം തിന്നുവനും എന്ന് പറഞ്ഞാൽ അല്പം നേരത്തെ കത്രിമേശ കഴിഞ്ഞതേ ഉള്ളൂ. സോ ഒരുമിച്ച് കത്രിമേശയിലേക്ക്. സോ ഈ ജനമാണ്, അല്ലെങ്കിൽ ഈ വ്യക്തികളാണ് എപ്പം നമ്മൾ തേച്ചൊട്ടിച്ചു എന്ന് തോന്നുന്നത്. സോ ഏറ്റവും വലിയ പ്രോബ്ലമാണ്, ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മൾ വിശ്വസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സ്തോത്രം തേക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ തള്ളിപ്പറയുന്നത്. സോ അങ്ങനെയുള്ള ഈ ഒരു ലെവലിലായതുകൊണ്ടാണ് കുഷ്ഠരോഗിക്ക് സ്തോത്രം എന്തുവാ, നാണം കെട്ടവനാണ്, പിന്നെ 2 കവറിങ് ഇല്ലാത്തവനാണ്, ആരോടും മിണ്ടാൻ വയ്യാത്തവനാണ്, പിന്നെ സ്തോത്രം അതെ അശുദ്ധനെന്ന് പറയുന്നതാണ്. സോ അതായിരുന്നു അവൻ്റെ അവസ്ഥ. സമൂഹത്തിൽ ആരുമില്ല, ആരും അവനെ നോക്കത്തില്ല, ഒരു കണ്ണുപോലും നോക്കത്തില്ല. സോ അല്പം പോലും ദയയില്ലാതെ ഇരിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് എതിരെ ഒരാൾ വരുന്നു. അപ്പോൾ അവൻ ഉച്ചത്തിൽ പറഞ്ഞാണ്, രമേശ അശുദ്ധൻ. പുള്ളി മാറിയില്ല, വീണ്ടും അദ്ദേഹം വരിക, വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു കാണും, അശുദ്ധൻ. ആദ്യം ബേസിൽ പറഞ്ഞു കാണും, പിന്നെ ഓൾട്ടേ പറഞ്ഞു കാണും, പിന്നെ സ്തോത്രം അതെ ടെനറിൽ പറഞ്ഞു കാണും, പിന്നെ സുപ്രാനെ പറഞ്ഞു കാണും, അശുദ്ധൻ. ഈ പുള്ളി മാറുന്നില്ല, അടുത്തടുത്ത് വരികയാണ്. ബാക്കി എല്ലാവരും അശുദ്ധൻ എന്ന് കേട്ടോ അങ്ങ് വിട്ടേച്ച് ഓടിപ്പോകുക. പക്ഷേ ഈ പുള്ളി അടുത്ത് വന്നിട്ട് അവൻ്റെ അവസ്ഥ കണ്ടിട്ട് യേശു അവനിലേക്ക് നോക്കും. ബാക്കിയുള്ള എല്ലാവരും അവന് വെറുപ്പോടെ നോക്കുമ്പോൾ അതൊന്ന് കണ്ടേ. ബാക്കിയുള്ള എല്ലാവരും വെറുപ്പോടെ നോക്കുമ്പോൾ യേശുവിൻ്റെ നോട്ടം, ആ കണ്ണിലേക്ക് നോക്കി ആ ദൈവ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾക്ക് കാണാൻ കഴിയുക. മനസ്സിലായോ? അതാണ് ശുശ്രൂഷ, ദൈവസ്നേഹത്തിനാണ്. ഞാൻ ഈ മണിക്കൂറുകളിൽ അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്. സോ ആ ലെവൽ ഓഫ് കമ്പാഷൻ്റെ ഒരു ഡീപ്പർ ലെവലിൽ കുഞ്ഞെ ഈ പ്രസംഗവും ഈ പെർഫോമൻസും അടുത്ത ഞായറാഴ്ച സഭായോഗത്തിൻ്റെ പ്രോഗ്രാമും പരിപാടി ഇതൊന്നും അല്ല യേശുപ്പച്ചൻ ചിന്തിക്കുന്ന ഇന്ന് വന്നിട്ട് പോയ ജനം, അവരുടെ അവസ്ഥ, അവരുടെ വീട്ടിൽ കഞ്ഞിവെള്ളമുണ്ടോ, അവരുടെ വീട്ടിൽ നാളെ എന്തെല്ലാമാണ് അവിടെ വർക്ക് പ്ലേസിലുള്ളത്, ഓഫീസിലുള്ള ഡിഫിക്കൽറ്റി, മക്കളെക്കുറിച്ചുള്ള ഭാരം, ഇങ്ങനെ ഈ ചുമടും നുഖവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നതായ ജനമാണ്. സോ ആ ജനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഇടയന്മാർ, ജനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഇടയന്മാർ. അതാണ് എസെക്കിയേലിലോ മറ്റോ അല്ലേ പറഞ്ഞേ, എൻ്റെ ഹൃദയപ്രകാരമുള്ള ഇടയന്മാരെ ഞാൻ തരുമെന്ന്.